viewers, welcome back to Silent Learning. It's me, Sri Bhama SB. അപ്പോൾ മക്കളെ പുതിയൊരു ബിഗിനിങ്ങിലോട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകണല്ലേ. പുതിയൊരു അക്കാഡമിക് ഇയർ, പുതിയ ഒരുപാട് കാര്യങ്ങൾ, പുതിയ ടെക്സ്റ്റ് ബുക്കുകൾ വരെ ഇവൻ എന്താണ് ഈ ഒരു വർഷം നിങ്ങൾക്ക് ഇതാ വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ 9th CBSE എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർഷമാണ്. കാരണം 10th ബേസിക് കാര്യങ്ങൾ പഠിക്കുന്നതും ഒരുപാട് വൈഡ് കാര്യങ്ങളും പഠിക്കുന്നതാണ്. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഒന്ന് ചേഞ്ച് നോക്കുകയാണെങ്കിൽ തന്നെ ചാപ്റ്ററിൽ തന്നെ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു. കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു വർഷം പഠിക്കാനുണ്ട്. മുമ്പത്തേക്കാൾ കുറച്ചുകൂടെ ടഫ് ആയിട്ടുള്ള രീതിയിലാണ് ഇപ്രാവശ്യം മാറിയിട്ടുള്ള നല്ലൊരു സത്യമായിട്ടുള്ള കാര്യമാണ്. സോ നമ്മൾ ക്ലിയർ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ കാര്യം. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ 9th നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഇന്ന് മിസ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ടോപ്പിക് എൻ്റെ മക്കൾ സ്കിപ്പേ ചെയ്യരുത്. കാരണം ഇതിന്റെ കണ്ടിന്യൂഷൻ മൊത്തം ഈ ഒരു വർഷം നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. റെഡി? അപ്പൊ നമ്മൾ ഓൾറെഡി മുമ്പൊരു വീഡിയോ മിസ് ചെയ്തിരുന്നത് കാണാത്ത മക്കളുണ്ടെങ്കിൽ കാണാം കേട്ടോ. മാറ്ററിനെ രണ്ടായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരുന്നു. സബ്സ്റ്റൻസുകൾ രണ്ടായിട്ട്, കെമിക്കൽ കോമ്പോസിഷനും അതുപോലെ ഫിസിക്കൽ പ്രോപ്പർട്ടി അനുസരിച്ചിട്ട്. ഫിസിക്കൽ പ്രോപ്പർട്ടി അനുസരിച്ച് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ആണ്. അപ്പൊ മാറ്റർ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. എനിത്തിങ് ദാറ്റ് ഒക്കുപ്പൈ സ്പേസ് ആൻഡ് ഹാസ് മാസ് അല്ലേ. അപ്പൊ ഏത് സബ്സ്റ്റൻസ് നമ്മൾ എടുത്താലും, റിമോട്ട് എടുത്താലും അതിനൊരു മാസ് ഉണ്ട്, അതിന് കറക്റ്റ് ഒക്കുപ്പൈ ചെയ്യാൻ സ്പേസ് വേണം. സോ ഇതൊരു മാറ്ററാണ്. അതെല്ലാം മാറ്ററുകളാണ്. അപ്പൊ മാറ്ററിനെ നമ്മൾ കെമിക്കൽ കോമ്പോസിഷൻ അനുസരിച്ച് രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. അത് ഏതൊക്കെയാണ്? മിക്സ്ചേഴ്സും പ്യുവർ സബ്സ്റ്റൻസും. ഇതാണ് നമ്മൾ മെയിൻ പഠിക്കാൻ പോകുന്നത്. ഇത് ബേസിക് കാര്യമാണ്. ഇതാണ് മൊത്തം നമ്മൾ ഇപ്രാവശ്യം മെയിൻ ആയിട്ട് പഠിക്കാൻ പോകുന്ന കാര്യം. സോ അതിനെ തന്നെ, മിക്സ്ചേഴ്സിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഹോമോജീനിയസ് മിക്സ്ചർ, ഹെട്രോജീനിയസ് മിക്സ്ചർ. പ്യുവർ സബ്സ്റ്റൻസിനെ നമ്മൾ രണ്ടായിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എലമെന്റ്സ്, കോമ്പൗണ്ട്. അപ്പൊ നിങ്ങൾ പറയും ഈസി ആയിട്ട് പഠിക്കാം. പ്യുവർ സബ്സ്റ്റൻസ് ഈസി അല്ലേ മിസ്സേ? പ്യുവർ സബ്സ്റ്റൻസ് ഈസി എന്ന് വെച്ചാൽ എലമെന്റ്, കോമ്പൗണ്ട്. ഇതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കേട്ടോ. എന്താണ് പ്യുവർ സബ്സ്റ്റൻസ്, എന്താണ് എലമെന്റ്സ്, എന്താണ് കോമ്പൗണ്ട്. എന്താ മക്കളെ പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓൺലി ഇപ്പൊ നമ്മളൊരു ഷുഗർ ക്യാൻഡി എടുക്കുകയാണ്. ഷുഗർ ക്യാൻഡി എടുത്താൽ അതിനകത്ത് ഷുഗറിന്റെ ആ ക്യാൻഡിയുടെ പാർട്ടിക്കിൾസ് മാത്രമേ ഉള്ളൂ അല്ലെ. എവിടെ നോക്കിയാലും ഒരുപോലെ ഇരിക്കുന്നുണ്ട്, ഒരുപോലെ ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഷുഗർ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് പ്യുവർ സബ്സ്റ്റൻസ് ആണ് മിസ്സിന് പറയാം. സോ ഓൺലി ഷുഗർ മോളിക്യൂൾ ആർ പ്രസന്റ് ഇൻ ദ ഷുഗർ ക്യാൻഡി. ഇഫ് എ സബ്സ്റ്റൻസ് കണ്ടെയ്നിങ് ഓൺലി വൺ ടൈപ്പ് ഓഫ് മോളിക്യൂൾ ഈസ് നോൺ ആസ് പ്യുവർ സബ്സ്റ്റൻസ്. അപ്പൊ ഞാൻ ഈ ഷുഗർ ക്യാൻഡിനെ പൊടിച്ച് ചെറിയതാക്കി വിചാരിച്ചോ. അപ്പൊ ഇത്രയാക്കിയിട്ട് വീണ്ടും ഞാനതിനെ പൊടിക്കാൻ വിചാരിച്ചോ. എന്നാലും മക്കളെ ആ പൊടിച്ച് ഇങ്ങനെ ലെവലാക്കിയാലും ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇവിടെ എടുത്താലും ഷുഗർ എന്ന് പറഞ്ഞാൽ ഷുഗറിന്റെ പാർട്ടിക്കിൾസ് മാത്രമല്ലേ അതിനകത്തുള്ളൂ. വേറെ ഏതെങ്കിലും പാർട്ടിക്കിൾസ് എന്റെ മക്കൾക്ക് അതിനകത്ത് കാണാൻ പറ്റുമോ? അപ്പൊ അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ പ്യുവർ സബ്സ്റ്റൻസ് അല്ലേ. അതിനകത്ത് എവിടെ നോക്കിയാലും ഒരേപോലെ, എല്ലാവിടെയും ഒരുപോലെ. സോ അതെന്താണ്? പ്യുവർ സബ്സ്റ്റൻസ് ആണ്. സോ ഇപ്പോഴും ക്ലിയർ ആയില്ലെങ്കിൽ വീണ്ടും മിസ് പറയാം. എന്താണ് പ്യുവർ സബ്സ്റ്റൻസ്? മെറ്റീരിയൽ മേഡ് അപ്പ് ഓഫ് ഓൺലി വൺ ടൈപ്പ് ഓഫ് ആറ്റംസ് ആർ കോൾഡ് പ്യുവർ സബ്സ്റ്റൻസ് അല്ലെ. എന്തെടുത്താലും അതിനകത്ത് ഒരു തരത്തിലുള്ള സാധനം മാത്രം. ഇപ്പൊ നമ്മൾ സോൾട്ട് എടുക്കുകയാണെങ്കിൽ സോൾട്ടിൽ സോൾട്ട് മാത്രമല്ലേ ഉള്ളൂ. ഷുഗർ കണ്ടന്റ് ഉണ്ടോ? സ്വീറ്റ് ടേസ്റ്റ് ഉണ്ടോ? ഇല്ല. സോൾട്ട് മാത്രമേ ഉള്ളൂ. പ്യുവർ ആയിട്ടുള്ള വാട്ടർ എടുത്ത് നോക്കുക, നല്ല ഡിസ്റ്റിൽഡ് ആയിട്ടുള്ള വാട്ടർ എടുത്ത് നോക്കുക, അതിനകത്ത് അത് മാത്രമേ ഉള്ളൂ. ഓക്സിജൻ എടുത്ത ഓക്സിജൻ മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയുക. അതിനുള്ള എക്സാമ്പിൾസ് എൻ്റെ മക്കൾ ഷുവറായിട്ടും പഠിച്ചിരിക്കണം. എക്സാമിന് ചോദിക്കുന്നതാണ്. ഷഫിൾ ഇതൊക്കെ ചോദിക്കും. സോ സോൾട്ട്, അലൂമിനിയം, ഗ്ലിസറിൻ, ബേക്കിംഗ് സോഡ, കോപ്പർ, ഓക്സിജൻ, സിൽവർ, കോപ്പർ സൾഫേറ്റ് ഒക്കെ പ്യുവർ സബ്സ്റ്റൻസിനുള്ള എക്സാമ്പിളുകളാണ്. റെഡി അല്ലേടാ? എന്താണ് പ്യുവർ സബ്സ്റ്റൻസ് എന്ന് ക്ലിയർ അല്ലേ? ഓൺലി വൺ ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾസ്, ഒരു തരത്തിലുള്ള പാർട്ടിക്കിൾസ് മാത്രം. എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ വീണ്ടും ഒരു എക്സാമ്പിൾ പറയാം. ഗോൾഡ് 916 ഗോൾഡ് പറഞ്ഞ പ്യുവർ ഗോൾഡ് നമ്മൾ എടുക്കുകയാണ്. ഒന്നുമില്ല. ബിസ്ക്കറ്റ്, നമ്മൾ ഗോൾഡ് ബിസ്ക്കറ്റ് എന്നൊക്കെ കേട്ടില്ലേ, അതുപോലെ ഫുൾ ആ ഗോൾഡ് മാത്രമുള്ള സാധനം എടുത്താൽ അത് പ്യുവർ സബ്സ്റ്റൻസ് ആണ്. അതേ സമയത്ത് അതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഓർണമെന്റൽ ആയിട്ടുള്ള സാധനങ്ങളാണെങ്കിൽ അത് പ്യുവർ സബ്സ്റ്റൻസ് അല്ല. കാരണം ആ ഗോൾഡിനകത്ത് കോപ്പറും സിൽവറൊക്കെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പൊ വ്യത്യാസം മനസ്സിലായില്ലേ? പ്യുവർ സബ്സ്റ്റൻസ് ഇതെന്താന്ന് വ്യത്യാസം മനസ്സിലായില്ലേ? അപ്പൊ അത് നിങ്ങൾ ക്ലിയർ ചെയ്ത് തന്നെ പഠിക്കുക. സിൽവർ, കോപ്പർ, അയേൺ, സോഡിയം ഒക്കെ എന്താണ്? പ്യുവർ സബ്സ്റ്റൻസിന്റെ എക്സാമ്പിളാണ്. അതിനെ നമ്മൾ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്, എലമെന്റ്സും കോമ്പൗണ്ടും. എന്താ മക്കളെ എലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമുക്ക് ശരിക്കും പറഞ്ഞാൽ 118 എലമെന്റ്സിന്റെ പീരിയോഡിക് ടേബിളിൽ. പീരിയോഡിക് ടേബിൾ എന്താണെന്ന് എൻ്റെ മക്കൾക്ക് അറിയുന്ന വിചാരിക്കുന്നു. ഈ ഒരു വർഷമൊക്കെ മെയിൻ കാര്യമാണ് പീരിയോഡിക് ടേബിൾ കേട്ടോ. അപ്പൊ പീരിയോഡിക് ടേബിൾ ഒക്കെ പറയുമ്പോൾ നമ്മൾ ഹൈഡ്രജൻ, ഹീലിയം, ലിത്തിയം, ബെർലിയം പറഞ്ഞിട്ട് ഒരുപാട് എലമെന്റ്സിനെ കറക്റ്റ് ആയിട്ട് അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് പീരിയോഡിക് ടേബിൾ. അപ്പൊ അതിനകത്ത് ഓക്സിജൻ, ഹൈഡ്രജൻ, കോപ്പർ ഇതൊക്കെ എൻ്റെ മക്കൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇതൊക്കെ ആക്ച്വലി എലമെന്റ്സ് ആണ്. എന്ന് വെച്ചാൽ ഇതിനെ ഇനിയും ഡിവൈഡ് ചെയ്യാന്നുള്ളത് ബുദ്ധിമുട്ടാണെന്നുള്ള രീതിയിൽ മാക്സിമം അതിനെ എന്താണ് സിംപ്ലസ്റ്റ് ഫോമിലാക്കി വെച്ചേക്കുന്നതാണ് എലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അത് എല്ലാം അതിലുള്ള എക്സാമ്പിൾ തന്നെയാണ്. കാർബൺ, ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, ക്ലോറിൻ എല്ലാം എലമെന്റ്സിന്റെ എക്സാമ്പിളാണ്. അപ്പൊ മിസ്സിന്റെ ഒരു ക്വസ്റ്റ്യൻ,
നമ്മൾ വാട്ടർ എന്ന് പറഞ്ഞ എപ്പോഴും പഠിക്കുന്ന H2O ഇല്ലേ, അത് ശരിക്കും എലമെന്റ് ആണോ? എന്താ അവസ്ഥ? വാട്ടർ ഒരു എലമെന്റ് ആണോ? അതൊരു എലമെന്റ് അല്ല, മറിച്ച് അതൊരു കോമ്പൗണ്ട് ആണ്. അപ്പൊ എന്താണ് കോമ്പൗണ്ടും എലമെന്റും തമ്മിലുള്ള വ്യത്യാസം? കോമ്പൗണ്ട് എന്ന് പറയുന്ന സമയത്ത് രണ്ടോ അതിലധികമോ എലമെന്റ്സ് കൂടി ചേരും. 2 or more elements combine together to form compound എന്ന് പറയാൻ പറ്റും. എക്സാമ്പിൾ നമ്മുടെ വാട്ടറിന്റെ കേസ് തന്നെ എടുക്കാം. ഹൈഡ്രജൻ H2O എന്നാണ് വാട്ടറിന്റെ കെമിക്കൽ ഫോർമുല. ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. സോ രണ്ടും കൂടെ കമ്പൈൻ ചെയ്തില്ലേ? ഹൈഡ്രജൻ എന്ന എലമെന്റും ഓക്സിജൻ എലമെന്റും കമ്പൈൻ ചെയ്തില്ലേടാ? അപ്പൊ അതൊരു കോമ്പൗണ്ട് ആണ്. ഇനി ഷുഗറിന്റെ കേസ് ആണെങ്കിൽ C12H20O11 എന്നാണ് പറയാ. കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, 3 എലമെന്റ്സ് കൂടി ചേർന്നതാണ്. സോ അതെന്താണ്? ഒരു കോമ്പൗണ്ട് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് പറയുമ്പോൾ കാർബൺ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, അതെന്താ മക്കളെ? കോമ്പൗണ്ടിന്റെ എക്സാമ്പിൾ ആണ്. ഇഷ്ടം പോലെ ഉണ്ട്. H2O, NH3 പറഞ്ഞാൽ നൈട്രിക് ആസിഡ് കേട്ടോ. നൈട്രിക് ആസിഡ് അല്ല, NH3 എന്ന് പറഞ്ഞാൽ അമോണിയ ആണ്. NH3 അതിനുള്ള എക്സാമ്പിൾ ആണ്. NH3 എന്ന് പറഞ്ഞാൽ അമോണിയ, അത് അതിനുള്ള കോമ്പൗണ്ടിൽ എക്സാമ്പിൾ ആണ്. കാരണം നൈട്രജനും ഹൈഡ്രജനും ഉണ്ട്. ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഹൈഡ്രജനും ക്ലോറിനും ഉണ്ട്. സൾഫ്യൂരിക് ആസിഡ് എന്ന് വെച്ചാൽ H2SO4, ഹൈഡ്രജൻ, സൾഫർ, ഓക്സിജൻ ഉണ്ട്. നൈട്രിക് ആസിഡ് പറഞ്ഞ HNO3, ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ. കണ്ടോ? എല്ലാത്തിലും രണ്ടോ അതിലധികമോ എലമെന്റ്സ് കമ്പൈൻ ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ കോമ്പൗണ്ട് എന്ന് പറയുന്നത് കേട്ടോ. അത് ക്ലിയർ ചെയ്ത് തന്നെ പഠിക്കാം. സെറ്റ് അല്ലേ? പിന്നെ നമ്മൾ പറയുന്നത് മിക്സേഴ്സിന്റെ കേസ് ആയിരുന്നു. മിക്സേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ കഴിക്കുന്ന മോസ്റ്റ്ലി ഏത് ഫുഡ് എടുത്താലും അത് മിക്സേഴ്സാ അല്ലേ? നമ്മൾ രണ്ടോ അതിലധികമോ സാധനങ്ങൾ, സബ്സ്റ്റൻസുകൾ മിക്സ് ചെയ്തിട്ടല്ലേ ചെയ്യുന്നേ? ഇപ്പൊ നല്ലൊരു പിസ്സ കഴിക്കുകയാണെങ്കിൽ അതിനകത്ത് എന്തോ സാധനങ്ങളാണ് മിക്സ് ചെയ്തേക്കുന്നത്. ബണ്ണുണ്ട്, ചീസ് ഉണ്ട്, അതിൽ സോസ് ഉണ്ട്, ചിക്കൻ ഉണ്ട്, ഒനിയൻ ഉണ്ട്, എല്ലാം മിക്സ് ചെയ്തിട്ടില്ലേ? സോ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾസിനെ മിക്സ് ചെയ്തതല്ലേ മിക്സേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നമ്മൾ വായിക്കുന്ന മിക്സർ എന്നെ കൺസിഡർ ചെയ്ത് നോക്ക്. ശരിക്കും മിക്സർ നമ്മൾ പറയുമെങ്കിലും മിക്സർ എന്നാണ് പറയാ അല്ലേ? ആ മിക്സർ എന്നെ നോക്ക്, അതിനകത്ത് എന്തോരം സാധനം ഉണ്ടടാ. ഈ ചെറിയതായിട്ടുള്ള ഈ പീനട്ട് പോലെയുള്ള സാധനം ഉണ്ട്, റിബൺ പോലെയുള്ള സാധനം ഉണ്ട്, കറി ലീവ്സ് ഉണ്ട്, എല്ലാം മിക്സ് ചെയ്തിക്കല്ലേ? അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഒരുപാട് മെറ്റീരിയൽസ് കൊണ്ട് മിക്സ് ചെയ്തിട്ടുണ്ടാക്കിയ സാധനമാണെങ്കിൽ അതാണ് മിക്സേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് തന്നെ 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം, ഹോമോജീനിയസ് ആൻഡ് ഹെട്രോജീനിയസ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പൊ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് നേരത്തെ പഠിച്ചു വെക്കണം ആഗ്രഹം ഉണ്ടായിട്ട് പോലും പറ്റിയില്ല എന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ ഈ ഒരു വർഷം മിസ്സേ, എനിക്കൊരു അറ്റ്ലീസ്റ്റ് ആരെങ്കിലും ഒരാൾ പറഞ്ഞൊരു ഒരാൾ വേണം, കാരണം അത്രയും ടഫാണ് എന്നുള്ളൊരു ബോധം എൻ്റെ മക്കൾക്ക് ബോധ്യം മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആണ് നമ്മുടെ സൈലത്തിന്റെ നിഞ്ച ബാച്ച്. അപ്പൊ നിഞ്ച ബാച്ചിൽ ഒരുപാട് സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇപ്രാവശ്യം 3 രീതി പർച്ചേസ് ചെയ്യാം. ബേസ് പ്ലാൻ ഇൻഫിനിറ്റി പ്രോ ഉണ്ട്. ബേസ് പ്ലാനിൽ വരുന്ന സമയത്ത് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, അനുവൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടും, ആൻഡ് DPPസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന ബേസിക് കാര്യം കിട്ടുന്നതാണ് ബേസ് പ്ലാൻ. ഇൻഫിനിറ്റി പ്രോയിൽ വരുന്ന സമയത്ത് പ്രോയിലാണെങ്കിൽ എല്ലാ ഫീച്ചേഴ്സും അവൈലബിൾ ആണ്. ഫാൽക്കൺ ബാച്ചിന്റെ ആക്സസ്, പേൾ വീഡിയോന്റെ ആക്സസ്, ഇൻസ്റ്റാ ലേൺ, മൈൻഡ് മാപ്പ് ഒക്കെ കിട്ടും. ആൻഡ് ഇൻഫിനിറ്റിയിൽ വന്നാലും ഫാൽക്കൺ ബാച്ച് ചോദിച്ചുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ ഏറ്റവും ബെസ്റ്റ് ചെയ്താൽ ചോദിച്ചാൽ ഇൻഫിനിറ്റി സെലക്ട് ചെയ്യുക തന്നെയാണ്. നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം, നിങ്ങളുടേതായിട്ടുള്ള ആപ്ഷനനുസരിച്ച് ഏത് വേണമെങ്കിലും എൻ്റെ മക്കൾക്ക് സെലക്ട് ചെയ്യാം. അപ്പൊ അടിപൊളിയായിട്ട് 9th CBSE നമ്മൾ ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യണം. ആ ഒരു മൈൻഡ് സെറ്റ് തന്നെ സെറ്റ് ആക്കുക. അപ്പൊ മെഡിക്കലായിട്ട് നല്ലൊരു അക്കാഡമിക് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.